നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് WPL ബ്രാൻഡിന്റെ C741 സുസുക്കി ജിംനിയാണ്. ഇതൊരു പ്രോപ്പർ സ്കെയിൽ റോക്ക് റോളർ ആണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത്തരം വീഡിയോസിന് വേണ്ടി ഈ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. കൂടുതൽ വീഡിയോസ് എല്ലാം പേജിലുണ്ട്, ജസ്റ്റ് കയറി നോക്കാം. സുസുക്കിയുടെ ഒഫീഷ്യൽ ലൈസൻസിൽ ഇറങ്ങിയ WPLന്റെ ആദ്യത്തെ 1/10 സ്കെയിൽ മോഡലാണിത്. ജപ്പാനിൽ മാത്രമാണ് മറ്റ് നിറങ്ങളിൽ അവൈലബിൾ. ബാക്കി എല്ലായിടത്തും വെള്ള നിറത്തിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കിയാൽ മുന്നിലത്തെ വിൻഷീൽഡ് മാറ്റാം, ഡോറെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും, പിറകിലെ ക്യാൻവാസ് റൂഫ് എടുത്ത് മാറ്റാനും പറ്റും. ഇനി ഇതിന്റെ മെക്കാനിക്കൽ പാർട്സും ഇലക്ട്രോണിക്സും നോക്കാം. റെഡി ടു റൺ മോഡലായിട്ടാണ് വരുന്നത്. ഇതിൽ 2023 C54 കൗണ്ടർ റൊട്ടേറ്റിംഗ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. മൾട്ടി ലിങ്ക് ശാസിയും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ആക്സിൽ തന്നെയാണ് ഇതിന്റെ 17 ഗ്രാം ഡിജിറ്റൽ ഗിയർ സെർവോ മൗണ്ട് ചെയ്തിട്ടുള്ളത്. പഴയ മോഡലിനേക്കാൾ കുറച്ചുകൂടെ RPM കൂടിയ 370 മോട്ടറാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് വരുന്ന ESC RX സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. 600 mAhന്റെ 2S ബാറ്ററി ആണ് വരുന്നത്. ഒരു 15 മിനിറ്റ്സ് റൺ ടൈം കിട്ടും. ഇനി പെർഫോമൻസ് നോക്കാം. ഫുൾ പ്രൊപ്പോർഷണൽ കൺട്രോൾ ആണ് വരുന്നത്. ആളൊരു 4 വീൽ ഡ്രൈവ് ആണ്. എല്ലാ വണ്ടികൾക്കും ഉള്ളതുപോലെ കുറച്ച് പോരായ്മകളും പ്രശ്നങ്ങളും ഈ വണ്ടിക്കും ഉണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ തന്നെ ഇതിന്റെ ഷോക്ക് അബ്സർ ആണ്. ഇത് സ്റ്റോക്ക് ആയിട്ട് വരുന്ന ഷോക്ക് അബ്സർ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. സോ നല്ല പെർഫോമൻസിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓയിൽ ഷോക്ക് അബ്സറിലോട്ട് അപ്ഗ്രേഡ് ചെയ്താൽ മതിയാവും. ഇനി സ്കെയിലിന്റെ കാര്യത്തിൽ കമ്പനി പറയുന്നത് 1:10 സ്കെയിൽ എന്നാണ്. എങ്കിലും 1:12 സ്കെയിലിന്റെ ഒരു ഫീൽ ആണ് വണ്ടി. പറഞ്ഞതുപോലെ ഇതൊരു റോക്ക് റോളർ RC കാർ ആണ്. സോ ആ ഒരു സ്പീഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം വലിയ രീതിയിലുള്ള സ്പീഡ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. പിന്നെ ഡ്രൈവ് ഷാഫ്റ്റ് പോലുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള അപ്ഗ്രേഡ് പോസിബിലിറ്റി ഇതിനുണ്ട്. കമ്പനി തന്നെ ഒരുപാട് മോഡിഫിക്കേഷൻ ഓപ്ഷൻസ് ഇറക്കിയിട്ടുണ്ട്. മെറ്റൽ വീൽ വെയിറ്റ്, മെറ്റൽ 4x4 അപ്ഗ്രേഡ്, മെറ്റൽ സെർവോ, ഇങ്ങനെ കുറെ മെറ്റൽ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇനി വിഞ്ച്, സൈഡ് സ്കേർട്ട്, വ്യത്യസ്ത തരം ബമ്പറുകൾ, ഇതെല്ലാം വെച്ച് വണ്ടി വേറൊരു ലുക്ക് തന്നെ ആക്കി എടുക്കാൻ പറ്റും. ഇതിനുള്ള പാർട്സ് എല്ലാം സ്റ്റിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇതിനകത്ത് 2 സ്പീഡ് ഗിയർ ബോക്സ് ഉപയോഗിക്കാൻ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുറവിൽ കിട്ടുന്ന വളരെ മികച്ച ഒരു സ്കെയിൽ ക്രൗളർ ആണിത്. അയച്ചു പണിതും അതുപോലെ തന്നെ പുതിയ ഐറ്റംസും മെറ്റൽ പാർട്സ് എല്ലാം വെച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ഹോബിയിസ്റ്റുകൾക്ക് ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യാം. ഈ ഒരു ഐറ്റം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ കമന്റ് ചെയ്യാം. ഇത്തരം വീഡിയോസിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇനി ഏതെങ്കിലും റിവ്യൂ ആണെങ്കിൽ കമന്റ് ചെയ്താൽ മതി.